ടു മൈ വെന്യൂ. അപ്പൊ കുറെ നാളായിട്ട് നമ്മൾ അൺസ്റ്റിച്ച്ഡ് 3-പീസ് സെറ്റ് കാണിച്ചിട്ട് എല്ലായിട്ട് ചെയ്തിട്ടുണ്ട്. 3-പീസ് സെറ്റ് ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് 3-പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ജയ്പൂർ കോട്ടൺ ആണ് ചെയ്തേക്കണേ കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോ ഞാൻ ഇതിനകത്ത് ഒരു പാറ്റേൺ ചെയ്തേക്കുന്നതാണ്. ഇതേപോലെ ഇത് പ്യുവർ ജയ്പൂർ കോട്ടണിലുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഇതിനകത്തോട്ട് പ്രിന്റഡ് വരുന്ന ഈ ഒരു ഫാബ്രിക് ഇതാ, ഇതിന്റെ ഈ ഒരു പ്രിന്റ് കണ്ടോ, ഇതിനകത്തോട്ട് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. ഫുള്ള് ഈ ത്രെഡ് കണ്ടോ, ഈ നെക്ക് ഇതുപോലെ സ്കാൽപ്പ് ചെയ്തിട്ട് നല്ല നല്ല രസമാട്ടോ. സ്കാൽപ്പ് വർക്കിൽ ഫുൾ ബീഡ്സ് വർക്കും ഫുൾ ഹാൻഡ് വർക്കാ ചെയ്തേക്കുന്നത് കണ്ടോ. ഫുള്ളി വർക്കും എല്ലാം ഇതുപോലെ പ്രിന്റ് ഇതേപോലെയാണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഷോള് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോളാണ്. ഇതേപോലെ നല്ല പ്യുവർ ഫാബ്രിക് ആണ് കേട്ടോ. ഷോളിലും ഓൾ ഓവർ സീക്വൻസും ത്രെഡും ചെറിയൊരു ഫ്ലവർ വെച്ചിട്ടുള്ള മോട്ടീഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് 4 സൈഡ് ബോർഡർ ഇതുപോലെ നല്ലൊരു 2 ഷെയ്ഡിലോട്ട് ഒരു ഡിസൈനും വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. വിത്തൗട്ട് ലൈനിങ് ആണ് ഞാനിപ്പോ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ടുള്ള ഈ ഒരു പിങ്കിന്റെ കുറച്ചൊരു മിസ്മാച്ച് ആയിട്ട് ചെയ്തേക്കുന്നത്. എക്സാക്ട് അതിന്റെ ബോട്ടം റെഡി ആയിട്ടില്ല. അപ്പം ഇതുപോലെ പിങ്ക് ഒരു ബോട്ടം ഒരു സെമി പലാസോ ആയിട്ടാണ് ഞാനിപ്പോ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ വേറെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പ്രോബ്ലം ഇല്ല. അപ്പൊ ഞാനിപ്പോ ഇതിനകത്തോട്ട് ചെയ്തേക്കുന്നത് ഒരു സെമി പലാസോ ആയിട്ട് ഒരു സ്റ്റൈലായിട്ട് കുറച്ച് ലൂസായിട്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട 3-പീസ് സെറ്റ് ഇതുപോലെയാണ് അതിന്റെ വർക്ക് വരുന്നത്. ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് ഫുൾ ചെയ്തിട്ട് സ്കാലപ്പ് ആയിട്ടുള്ള നെക്കാ ചെയ്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ ആണ്. ഇതുപോലെ ലെങ്തും നല്ല പ്യുവർ റയോണിലോട്ടുള്ളതാണ്. ഇതിനകത്തോട്ടും വി നെക്കിലോട്ട് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. കണ്ടോ, ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഇതുപോലെയാണ്. ബാക്ക് സൈഡ് ഇതിന്റെ ഇതുപോലെയാണ്. ഇത് നമുക്ക് അപ് ടു എക്സൽ വരെ. ഇത് റെഡി പീസ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് വേറെ സൈസ് ഉണ്ടാവില്ല. ഇതിന്റെ പീസ് എല്ലാം തീർന്നു. അപ്പോൾ ഇതിന്റെ ഷോള് വരുന്നത് ഇതേപോലെയാണ്. ഇത് ഞാൻ വേറെ ഇത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇതിന്റെ ഷോൾ. ഇതിനകത്തോട്ട് ഈ ഒരു ലുക്ക് ആയിരിക്കും ഞാൻ വേറെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതിന്റെ കണ്ടോ, ഫുള്ളി ഈ ഒരു വർക്ക്. അതിന്റെ ബാക്കിലെ പ്രിന്റ് എല്ലാം വരുന്നത് ഈ ഒരു പാറ്റേണിലോട്ടാണ്. ദുപ്പട്ട കണ്ടോ, ഇതുപോലെ ഒരു സീക്വൻസിന്റെ ഒരു ഷിഫോൺ ഫാബ്രിക്കിലോട്ട് ഇതുപോലെ ഓരോ ലൈൻസ് പോയിട്ടുണ്ട് ഇതുപോലെ. ഓക്കെ, ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു മസ്റ്റേഡ് ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ഒന്നും ഒരുപാട് പീസസ് നമുക്ക് ഇല്ലാട്ടോ, ലിമിറ്റഡേ ഉള്ളൂ. ഇത് നമുക്ക് അപ് ടു എക്സൽ വരെയുള്ള സൈസ് മാക്സിമം ഉണ്ടാവുള്ളൂ. അതുപോലെ ഇതുപോലെ ഈ ഒരു പാറ്റേൺ നല്ല അടിപൊളി നല്ലൊരു ഷെയ്ഡ് ആട്ടോ. നെക്കിലേക്ക് വർക്ക് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്കിലോട്ട് വി നെക്കിലോട്ട് ഫുള്ളി ത്രെഡ് വർക്കും. ഈ കാണുന്ന റെഡ് കളർ ഇതുപോലെ ഇത് ഫുൾ എംബ്രോയിഡറി ആണ് കേട്ടോ. ഇതിനകത്ത് കാണുന്ന ഫുൾ എംബ്രോയിഡറിയും വർക്കും ആണ് ഇത് കാണുന്ന ഈ ഒരു പാറ്റേൺ. ഇതുപോലെ വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട ഇതേപോലെ ഉണ്ടാവും. അപ്പൊ അടുത്ത പാറ്റേൺ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഇത് കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ ആണ്. ഇതിന്റെ ദുപ്പട്ട കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൺ ഫാബ്രിക്കിലോട്ട് ഇതേപോലെ എൻഡിലോട്ട് ടാസിൽസും ഇതെല്ലാം വെച്ചിട്ട് ഈ ഒരു പ്രിന്റ് തന്നെ വരുന്ന ഒരു ലീഫിന്റെ പ്രിന്റ് ഒക്കെ വരുന്ന പ്യുവർ നല്ല വിട്ടും ലെങ്ത് ഒക്കെ ഉള്ള കോട്ടൺ ഫാബ്രിക് ആണ്. ദുപ്പട്ട വരുന്ന ടോപ്പ് വന്നിട്ട് നല്ല പ്യുവർ കോട്ടണിലോട്ട് ഇതുപോലെ വി നെക്കിലോട്ട് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വർക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഹാൻഡ് വർക്ക് കണ്ടോ, ഇതുപോലെ ചെറിയ ബീഡ്സ് ഇട്ടിട്ട് വി നെക്ക് കഴിഞ്ഞാൽ കൊടുത്തേക്കുന്നത് ഇതുപോലെ ഉണ്ടാവും. ഇതിന്റെ ബാക്കിലെ പ്രിന്റ് ഈ ഒരു ഇതാണ് വരുന്നത്. 46 ലെങ്ത് 47 ലെങ്ത്തിലായിട്ട് ടോപ്പ് ബോട്ടം ബ്ലാക്ക് ബോട്ടം ആണ്. ഞാനിപ്പോൾ പലാസോയിലോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ ബോട്ടം ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് പറഞ്ഞാൽ മതി. ഓക്കെ, വർക്കാണ് ഞാൻ ഇതിന്റെ ഉള്ളിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡ് കൊണ്ട് ഫുൾ ചെയ്തേക്കുന്നത് പ്രിന്റ് അല്ല, ഈ ബാത്തിക്കിന്റെ ഒരു കാന്താ സ്റ്റിച്ച് പോലെയുള്ള ഒരു ത്രെഡിന്റെ വർക്കാണ്. ഫുൾ വർക്കാണത്. ഫുൾ ഇങ്ങനെ അല്ലാതെ എംബ്രോയിഡറിയോ ഡിസൈൻ അല്ല കേട്ടോ, പ്രിന്റ് അല്ല. ഇതുപോലെ ഈ ദുപ്പട്ട വന്നിട്ട് ഞാൻ ഇതിന് മാച്ച് ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കിലോട്ട് മിറേഴ്സ് ഫുള്ളി ഒറിജിനൽ മിറേഴ്സ് വരുന്ന ഈ ഒരു കറക്റ്റ് എക്സാക്ട് ദുപ്പട്ട കിട്ടി എനിക്ക്. വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ഇത് ടോപ്പ് ബോട്ടം ബ്ലാക്ക് ബോട്ടം വേറെ ചെയ്താൽ മതി. വി കോളറോട്ട് ചെയ്തേക്കുന്നത്. അതിന്റെ എക്സൽ വരെയുള്ള സൈസേ ഉണ്ടാവുള്ളൂ. അടിപൊളിയായിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ ഒരു ഡൈ ചെയ്ത് വന്നേക്കുന്ന 2 കളേഴ്സിലുള്ള നല്ല ഓണിയൻ പിങ്ക് കളറും നല്ല നേവി ബ്ലൂ കളറും മിക്സ് ആയിട്ടുള്ള ഇതുപോലെ ബനാറസിയുടെ വീവിംഗ് ഒക്കെ വരുന്ന ഒരു പാറ്റേൺ. പ്യുവർ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പൊ ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും. ഇത് നമ്മള് എന്താ പറയാ വി കോളർ പാറ്റേണിലൊക്കെ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഞാനിപ്പം ഈ ഒരു 2 ടോണിലും ഈ ഒരു ബ്ലൂ കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ദുപ്പട്ട ഇല്ലാണ്ടും വേറെ ഞാൻ 3-പീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ദുപ്പട്ട പെയർ ചെയ്ത് ബ്ലൂ കളർ ബോട്ടം കൂടെ വേറെ ബെസ്റ്റ് ആയിരിക്കും. അപ്പം ഇതുപോലെ 3-പീസ് വേണം എന്നുള്ളവർക്ക് ഞാൻ ഈ ഒരു ബ്ലൂ ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണ് ഇതുപോലെ ഈ ഒരു റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ഓണിയൻ പിങ്കും ഈ കോമ്പിനേഷനും നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ ഉണ്ടാവും കണ്ടോ. ദുപ്പട്ട ഈ ഒരു പിങ്ക് ദുപ്പട്ട വേണമെന്നുള്ളവർ ഇങ്ങനെ. ഇനി അതല്ല, ഈ സെയിം ടോൺ ഈ ഫാബ്രിക് തന്നെ നമുക്ക് ദുപ്പട്ട ആക്കണമെങ്കിലും ഇത് തന്നെ വേണമെങ്കിൽ ദുപ്പട്ട ആക്കിയാലും നല്ല ഭംഗിയായിരിക്കും. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് അതിന്റെ വീവിങ് വരുന്നത്.
കണ്ടോ, ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. ഇതിനകത്തൊരു ജോയിന്റ് വരുന്നുണ്ട്. മെറ്റീരിയലിന്റെ വിട്ട് കുറയുമ്പോൾ നമ്മൾ അങ്ങനെ ഈ ഇങ്ങനെ 2 കളേഴ്സ് വരും, എപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ എൻഡിലെ ബോർഡർ ഇതേപോലെയാണ്, നല്ല ഭംഗിയായിട്ട് ഡാർക്ക് ബ്ലൂ കളറിലോട്ട് ഇതാണ് അതിന്റെ ഇത് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. ഓക്കെ, വി കോളറാണ്. അപ്പം 3 പീസ് ആയിട്ട് അത്രയാണ് കേട്ടോ നമ്മളുടെ അടുത്തുള്ളത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്തൊരു പീസാണ് കേട്ടോ. അപ്പൊ എന്നോട് ആരാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഇതിന്റെ പീസ് ഒരെണ്ണം ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് പ്യോർ സാറ്റിൻ ഓർഗൻസ, ആ ഒരു ഫാബ്രിക് ആണ്, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. സാറ്റിൻ ഓർഗൻസ എന്ന് പറയില്ല, സാറ്റിൻ സിൽക്ക് അങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ്. ഇതിനകത്ത് ഫുള്ളി ഈ ഒരു പ്രിന്റ് വരുന്നത്. എ ലൈൻ ഇതുപോലെ 2 സൈഡിലോട്ട് കുറച്ചൊരു ഹൈലോ ഫാഷൻ ഒക്കെ ഇല്ലേ, എന്നിട്ട് എൻഡിലോട്ട് കട്ടിംഗ് ഒക്കെ വന്നിട്ട് ഷർട്ട് കോളർ പാറ്റേൺ വിത്ത് ഔട്ട് ലൈനിങ്. ഇതിന്റെ ഒരു പീസിന് ഞാൻ ജസ്റ്റ് ഇതിന്റെ വീഡിയോയിൽ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ നേരത്തെ കാണിച്ചതിന്റെ എല്ലാം നമുക്ക് ലിമിറ്റഡ് മെറ്റീരിയൽ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.